അപ്പോൾ ഇനി നമുക്കൊന്ന് നമ്മുടെ തീരപ്രദേശത്തെ കൊച്ചുവേളിയിലേക്ക് ഒന്ന് പോകാം. അവിടെ എങ്ങനെയാണ് ആളുകൾ ഈ ലോകകപ്പിനെ വരവേൽക്കുന്നത്, അതിന്റെ ആവേശം എന്താണെന്ന് കാണാം. ലോകമെങ്ങും ലോകകപ്പ് ആവേശമാണ്. പന്താവേശം ഇന്ന് തലസ്ഥാനത്തും തുടങ്ങിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് ഇന്ന് തീരദേശത്തെ പന്താവേശത്തെ കുറിച്ച് പറയാതെ നമുക്ക് എങ്ങനെ പോകാൻ കഴിയും? കണ്ടില്ലേ, കൊച്ചുവേളിയിലെ സെന്റ് ജോസഫ് ചർച്ച് ഇടവക കാര്യാലയത്തിന് മുൻവശത്തുള്ള ആവേശമാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകകപ്പ് തുടങ്ങാനിരിക്കെയുള്ള ആവേശം. അപ്പൊ എങ്ങനെയാണ് തുടങ്ങിയാണ് നമ്മള് ആവേശത്തോടുള്ള തുടക്കമാണ്. കൊച്ചുവേളി മുഴുവൻ ഹൃദയം, തിരുവനന്തപുരത്തിന്റെ മുഴുവൻ ഹൃദയം, കേരളത്തിന്റെ മുഴുവൻ ഹൃദയം ഇന്ന് മെക്സിക്കോയിൽ പന്തുറങ്ങുന്നതോടുകൂടി നമ്മൾ ലോകത്തിന്റെ ചിത്രം തന്നെ, ലോകത്തിന്റെ മുഴുവൻ ഹൃദയവും ഇന്ന് മെക്സിക്കോയിൽ ഒരു പന്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രസീലിന്റെ കൂടെയാണ്. ബ്രസീൽ ജയിക്കും, കപ്പെടുത്തിരിക്കും. പോർച്ചുഗലെ ജയിക്കലോ. അത് മാത്രമല്ല, പോർച്ചുഗൽ ഉണ്ട്, ബ്രസീൽ ഉണ്ട്. കപ്പടിച്ചിരിക്കും, ഉറപ്പാണ്. ഇവിടെ നെയ്മറിന്റെ ആരാധകർ, ബ്രസീലിന്റെ ആരാധകർ, ലയണൽ മെസ്സിയുടെ ആരാധകർ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ, അങ്ങനെ ആരാധകർക്ക് ഒരു പഞ്ഞവുമില്ല തീരദേശത്ത്. അവരെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ വാഹന പ്രചരണശാലയൊക്കെ നടക്കാൻ പോവുകയാണ്. എന്തായാലും കളിയാവേശം അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുകയാണ്. ഫുട്ബോൾ ആവേശം ഇന്ന് രാത്രിയോടുകൂടി ലോകകപ്പ് തുടങ്ങുകയാണ്. ഇനിയെല്ലാം ഉറക്കമില്ലാത്ത നാളുകളാണ്. ആവേശം തീരദേശത്ത് തുടങ്ങിക്കഴിഞ്ഞു. അനൂപിനൊപ്പം TS സരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.